Welcome back to my channel, English Grammar Teaching and Learning. Today we are going to study phrasal verbs. ഇന്ന് നമ്മൾ phrasal verbsനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന പാഠത്തിൽ കുറേ phrasal വെർബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റിലും 37ാമത്തെ പേജിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രേസ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സ്റ്റാൻഡിങ് ടുഗദർ ആസ് എ കൺസെപ്ച്വൽ യൂണിറ്റ്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വെർബ് ആൻഡ് പ്രിപ്പോസിഷൻ ഓർ ആഡ്വർബ്. അപ്പോൾ ആശയപരമായി നിലകൊള്ളുന്ന ഒരു കൂട്ടം വാക്കുകളാണ് ഫ്രേസ്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പിനേഷനാണ്. എന്തിൻ്റെ? ഒരു ക്രിയയോടുകൂടി ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ അതിനോടുകൂടി ഒരു ആഡ്വർബോ നമ്മൾ ചേർക്കുന്നു. അങ്ങനെ പ്രിപ്പോസിഷനോ ആഡ്വർബോ ഒരു വെർബിനോട് കൂടി ചേർത്തിട്ട് രൂപപ്പെടുത്തുന്ന പദങ്ങളെയാണ് നമുക്ക് ഫ്രേസൽ വെർബ് എന്ന് പറയുക. ഇതിൽ ഇപ്പോൾ ഗിവ് പ്ലസ് അപ്പ്, ഗിവ് അപ്പ്. ഗിവ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്, അപ്പ് മുകളിലേക്ക് എന്നാണ്. അപ്പോൾ പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചേരുമ്പോൾ ഗിവ് എന്ന് പറയുന്ന വെർബിനോട് അപ്പ് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ, ആ പ്രിപ്പോസിഷൻ കൂട്ടിച്ചേർക്കുമ്പോൾ ഗിവ് അപ്പ് അതൊരു ഫ്രേസാണ്. ഇതിനെ നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്നാണ് പറയുക. ഇപ്പോൾ വെർബിനോട് പ്രിപ്പോസിഷനോ ആഡ്വർബോ ചേർത്തിട്ട് നമുക്ക് ഫ്രേസൽ വെർബ്സ് ഫോം ചെയ്യാൻ പറ്റും. ഇനി എന്താണ് പ്രിപ്പോസിഷൻ? പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു അതർ വേർഡ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അതെവിടെയാണ്? ഒരു നാമത്തിനോ അല്ലെങ്കിൽ സർവനാമത്തിനോ മുന്നിൽ. എ പ്രിപ്പോസിഷൻ ഇസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു അതർ വേർഡ് ഇൻ ദി സെൻറ്റൻസ്. ഇതാണ് പ്രിപ്പോസിഷൻ. ഇനി ആഡ്വർബ് എന്താണ്? ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ വെർബ് ഓർ അനദർ ആഡ്വർബ് ഓർ അൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ നാമവിശേഷണത്തെയോ ക്രിയയെയോ ക്രിയാവിശേഷണത്തെയോ വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക. ലെറ്റ് us കം ടു അവർ ടോപ്പിക്. നിങ്ങൾ ടെക്സ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഫ്രേസുകൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ the words given in italics are phrasal verbs. Here is a list of phrasal verbs that are used with the preposition up. Up എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർത്തിട്ട് രൂപീകരിച്ചിട്ടുള്ള ചില ഫ്രേസൽ വെർബ്സ് ആണ്. അതിൻ്റെ മീനിങ്ങുമാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തൊരു 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 എണ്ണം കൂടി ഇതിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us study. ഫസ്റ്റ് വൺ, ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ്സ് ഗ്രോസ് അപ്പ്. ഒരു കുട്ടി വളർന്ന് വലുതാകുന്നത് വരെ അതിനെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്, വളർത്തിക്കൊണ്ടുവരിക എന്നാണ്. ഇത് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുമ്പോൾ ബ്രിങ് അപ്പ് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. ഇത് ബ്രോട്ടപ്പ് എന്ന് ചിലപ്പോൾ എഴുതേണ്ടി വരും. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രിങ്സ് അപ്പ്. ഇനി സിംഗുലർ ആണെങ്കിൽ ബ്രിങ്സ് അപ്പ് എന്ന് ഉപയോഗിക്കേണ്ടി വരും. പ്ലൂറലാകുമ്പോൾ ബ്രിങ് അപ്പ് എന്ന് ഉപയോഗിക്കാം. ഇനി പാസ്റ്റിലാകുമ്പോൾ പ്രോബ്ലം ഇല്ല. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോം ബ്രോട്ടപ്പ്. ഓക്കെ, അതിൻ്റെ അർത്ഥം വളർത്തിക്കൊണ്ടുവരിക. ഉദാഹരണം ഇവിടെ ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ദെൻ ഇതിന് തന്നെ വേറൊരു മീനിങ് നമുക്ക് കൊടുക്കാം. ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് സൂചിപ്പിക്കുന്നതിനും വേണ്ടി നമുക്ക് ബ്രിങ് അപ്പ് ഉപയോഗിക്കാം. സെക്കൻഡ് വൺ, സ്പീക്കപ്പ്. സ്പീക്കപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് മോർ ലൗഡ്ലി, ഉച്ചത്തിൽ പറയുക. ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി, മനസ്സ് തുറന്ന് ഒരാളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്പീക്കപ്പ് എന്ന് പറയുക. ഇപ്പോൾ കുട്ടികൾ ആൻസർ പറയാൻ വേണ്ടി വെൻ ദി ടീച്ചർ ask questions, students are not willing to answer loudly. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സ്പീക്ക് അപ്പ്. ദാറ്റ് മീൻസ് ടു സ്പീക്ക് മോർ ലൗഡ്ലി, ലൗഡർ പ്ലീസ് എന്ന് നമ്മൾ വൺ വേയിൽ പറയും.
or express one's opinion frankly. Don't worry, say your answer, whatever it may be, right or wrong. അതാണ് സ്പീക്ക് അപ്പ്. അടുത്തത് നെക്സ്റ്റ് വൺ, ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്, ഗിവ് അപ്പ്. അതുപോലെ സ്പീക്ക് അപ്പ് എന്താവാം? സ്പീക്സ് അപ്പ് ആവാം, അത് സിംഗിളാവുമ്പോൾ. സ്പോക്ക് അപ്പ് അതിൻ്റെ പാസ്റ്റ് രൂപം. നെക്സ്റ്റ് വൺ ഗിവ് അപ്പ്. ഗിവ്സ് അപ്പ് ആവാം, ഗേവ് അപ്പ് ആവാം. ഇവിടെ ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്, നമ്മൾ എടുക്കുന്ന പ്രയത്നം നിർത്തുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്, അതാണ് ഗിവ് അപ്പ്. ദെൻ കാളപ്പ്. കാളപ്പ് എന്ന് പറഞ്ഞാൽ മീനിങ് ടു സമൺ സംവൺ ഓർ കോൺടാക്ട് സംവൺ ഓവർ ദി ഫോൺ. ഫോണിൽ നമ്മൾ ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് എന്ത് പറയുക? അറിയിപ്പ് കൊടുക്കുന്നതിനെയാണ് കാളപ്പ് എന്ന് വിളിക്കുക. കാളപ്പ്. ടു സമൺ സംവൺ ഓർ കോൺടാക്ട് സംവൺ ഓവർ ദി ഫോൺ. ദെൻ ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ ടു അറൈവ് ഓർ അപ്പിയർ എന്നാണ് അർത്ഥം. അത് നേരത്തെ പറഞ്ഞ കാൾസ് അപ്പ് ആവാം, കാൾഡപ്പ് ആവാം. പ്ലൂറലാവുമ്പോൾ കാൾഡപ്പ്, സിംഗുലർ ആവുമ്പോൾ പ്ലൂറലല്ല, പാസ്റ്റ് ആകുമ്പോൾ കാൾഡപ്പ്, സിംഗുലർ ആകുമ്പോൾ കാൾസപ്പ് എന്ന് ഉപയോഗിക്കാം. ദെൻ ടേൺ അപ്പ്. ടേൺ അപ്പ് മീനിങ് എന്താണ്? ടു അറൈവ് ഓർ അപ്പിയർ, എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക, സാന്നിധ്യം അറിയിക്കുക. ടേൺ അപ്പ്. അത് ടേൺസ് അപ്പ് ആവാം സിംഗുലർ ആകുമ്പോൾ, ടേൺഡ് അപ്പ് പ്ലൂറൽ. ദെൻ നെക്സ്റ്റ് വൺ ലുക്കപ്പ്. ലുക്കപ്പ് ടു ഫൈൻഡ് ഓർ സെർച്ച് എന്നാണ്. ലുക്കപ്പ് എന്തായി മാറാം? ലുക്സപ്പ് ആവാം, ലുക്ഡ് അപ്പ് ആവാം. അത് ആ കോണ്ടാക്ട്സ് അനുസരിച്ച് ചിലപ്പോൾ ടെൻസും കറക്റ്റായിട്ട് അവിടെ നമ്മൾ ഈ ഫ്രേസിൽ വെർബ്സിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ യു ഹാവ് ടു തിങ്ക് സിംഗുലർ ആസ് വെൽ ആസ് പാസ്റ്റ് ഫോമും സിംഗിൾ ഫോമും കൂടി അതുപോലെ മനസ്സിലാക്കി വെക്കുക. ഈ 6 എണ്ണമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്, ടു റൈസ്, എഴുന്നേൽക്കുക. ടു റൈസ്. ഗെറ്റ് അപ്പ് ഓൺ ദി ബെഞ്ച്, ഓൺ എ ചെയർ, ഓൺ ദി ബെഡ്. അപ്പോൾ കിടക്കയിൽ നിന്ന് ഉണരുന്നതിനും നമുക്ക് ഗെറ്റപ്പ് ഉപയോഗിക്കാം. സിംഗിളാണ് ഗെറ്റ്സ് അപ്പ്. പിന്നെ പാസ്റ്റ് ആണെങ്കിൽ ഗോട്ടപ്പ്. ദെൻ സെറ്റപ്പ്. സെറ്റപ്പ് മീൻസ് അറേഞ്ച് ചെയ്യുക എന്നർത്ഥം. അത് സെറ്റ്സപ്പ് ആവാം. സെറ്റപ്പ്, സെറ്റ്, പുട്ട്, കട്ട്, ഷട്ട്, സെറ്റ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം അത് തന്നെയാണ്. കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. സെറ്റ്സപ്പ് സിംഗിളായിട്ട് ഉപയോഗിക്കുന്നു. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻ്റ് ആവാം, പാസ്റ്റ് ആവാം. സെറ്റ്, പുട്ട്, കട്ട്, ഷട്ട്, ഇതൊക്കെ ഇതിൻ്റെ പ്രസൻറ്റും പാസ്റ്റും വൺ ആൻഡ് ദി സെയിം തന്നെയാണ്. അപ്പോൾ മേക്കപ്പ് എന്ന് ഇനി അടുത്തത് മേക്കപ്പ്. മേക്കപ്പ് മീൻസ് കെട്ടിച്ചമയ്ക്കുക അല്ലെങ്കിൽ ആഡ് സംതിങ് ടു. ഉദാഹരണത്തിന് കോസ്മെറ്റിക് ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ മുഖം മിനുക്കുന്നു, അവിടെ മേക്കപ്പ് ഇടുക, പരിഹരിക്കുക, പോരായ്മ പരിഹരിക്കുക. ഇവിടെ കെട്ടിച്ചമയ്ക്കുക എന്നൊരു അർത്ഥം കൂടി നമ്മളുടെ ടെക്സ്റ്റ് ബേസുമായി ബന്ധപ്പെട്ട് മേക്കപ്പിനുണ്ട്. അത് മേക്സപ്പ് ആവാം, സിംഗിൾ ആകുമ്പോൾ, പാസ്റ്റ് ആകുമ്പോൾ മെയ്ഡപ്പ് എന്നാവുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ ഫ്രേസുകളിലെല്ലാം പ്രത്യേകത എന്താണ്? ഫ്രേസൽ വെർബ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? UP എന്ന പ്രിപ്പോസിഷൻ ചേർത്തിട്ട് ഫോം ചെയ്തിട്ടുള്ള കുറേ ഫ്രേസൽ വെർബ്സുകളാണ് നമ്മളിന്ന് പഠിച്ചത്. വൺസ് അഗൈൻ ഐ റീഡ്. ബ്രിങ് അപ്പ്, സ്പീക്ക് അപ്പ്, ഗിവ് അപ്പ്, കാൾ അപ്പ്, ടേൺ അപ്പ്, ലുക്കപ്പ്, ഗെറ്റപ്പ്, സെറ്റപ്പ്, മേക്കപ്പ്. അപ്പോൾ ഇതൊക്കെ ആണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് കം ടു അവർ exercise C. Fill in the blanks with appropriate phrasal verbs, choosing from those given in the box. ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഫില്ലപ്പ് ചെയ്യുക. ടേൺ അപ്പ്, ഗിവ് അപ്പ്, ഗെറ്റ് അപ്പ്, മേക്കപ്പ്, സെറ്റപ്പ്. ഇതിനെല്ലാം മീനിങ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ടേൺ അപ്പ്, ഗിവ് അപ്പ്, ഗെറ്റ് അപ്പ്, മേക്കപ്പ്, സെറ്റപ്പ്. Passage. A large number of curious onlookers at Pelayo's house to catch a glimpse of the mysterious old man with enormous wings. അതായത് ആ വലിയ ചിറകുള്ള
പ്രായം ചെന്ന മനുഷ്യനെ കാണാൻ വേണ്ടി ആളുകൾ അവിടെ എത്തി. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ്, അവിടെ എത്തി എന്ന് പറയണമെങ്കിൽ നമ്മൾ അറൈവ് ഓർ അപ്പിയർ. അറൈവ് ഓർ അപ്പിയർ എന്നുള്ളതിൻ്റെ ഫ്രേസൽ വെർബ് ഏതാണ്? ടേൺ അപ്പ്. അപ്പോൾ എങ്ങനെ അത് ഫില്ല് ചെയ്യാം? എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് ടേൺ അപ്പ് അറ്റ് പെലായോസ് ഹൗസ് ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദി മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഇനി ഇത് പാസ്റ്റായി നമുക്ക് പറയാം. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് ടേൺഡ് അപ്പ്, പാസ്റ്റ് ആവും. ഇവിടെ എത്തിച്ചേരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രസൻറ്റിൽ നമുക്ക് ടേൺ അപ്പ് തന്നെ ഉപയോഗിക്കാം. പാസ്റ്റ് ആകുമ്പോൾ ടേൺഡ് അപ്പ് എന്ന് ഉപയോഗിക്കണം. ഇനി എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ്, ഓൺ ലുക്കർ ആയിരുന്നുവെങ്കിൽ ടേൺസ് അപ്പ് ഉപയോഗിക്കേണ്ടി വന്നേനെ. ഓക്കെ. ദെൻ ദേ ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. ഈ വന്നവർ കാഴ്ചക്കാരെന്ത് ചെയ്തു? കഥകൾ മെനഞ്ഞു, അല്ലെങ്കിൽ കഥകൾ കെട്ടിച്ചമച്ചു. അങ്ങനെയാണ് അവിടുത്തെ മീനിങ്. കഥകൾ മെനഞ്ഞു അല്ലെങ്കിൽ കഥകൾ കെട്ടിച്ചമച്ചു. കെട്ടിച്ചമയ്ക്കുക. അപ്പോൾ അവിടെ മേക്കപ്പാണ് ഉപയോഗിക്കുന്നത്. ദേ മേക്കപ്പ് സ്റ്റോറീസ്. ഇനി പ്ലൂറൽ പാസ്റ്റ് ഉപയോഗിച്ചാൽ മെയ്ഡപ്പ്. അവർ കഥകൾ മെനയുന്നു. മേക്കപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം. അതുപോലെ അയാളെ ശല്യം ചെയ്തു. ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. കല്ലുകൾ എറിഞ്ഞും അതുപോലെ തന്നെ ആഹാര കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തും അയാളെ ശല്യം ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ഇത് പാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദേ മെയ്ഡപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. കാരണം ഇവിടെ ദേ മെയ്ഡപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥകൾ കെട്ടിച്ചമച്ചും അതുപോലെ തന്നെ ശല്യപ്പെടുത്തിയും എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പോൾ മെയ്ഡപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. They did everything they could to make the man dash. അവരെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്തു. They could to make the man എന്താണ്? എഴുന്നേൽക്കാൻ വേണ്ടി അവർ ഒരുപാട്, ഈ ആളുകളെല്ലാം അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് they did everything. അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. They could to make the man എന്താണ്? get up. അവിടെ the man സിംഗിൾ ആയതുകൊണ്ട് gets up എന്ന് ഉപയോഗിക്കുക. ഇനി പാസ്റ്റിലാണെങ്കിൽ ഗെറ്റപ്പ് എന്ന് ഉപയോഗിക്കാം. ആസ് ദി ഓൾഡ് മാൻ ഷോഡ് നോ ഇൻട്രസ്റ്റ്. അയാൾ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല, അയാൾ അല്ലെങ്കിൽ പ്രതികരിച്ചില്ല. ഫ്രം ദി പാർട്ട് ഓഫ് ദി ഓൾഡ് മാൻ നോ റെസ്പോൺസ്. ദേ ഡാഷ് ദി ഐഡിയ ആൻഡ് ലെഫ്റ്റ്. അവരതുകൊണ്ട് അവരുടെ ഈ ആശയം അല്ലെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതിന് ഗിവ് അപ്പ്. ആസ് ദി ഓൾഡ് മാൻ ഷോഡ് നോ ഇൻട്രസ്റ്റ് ദേ ഗിവ് അപ്പ്. They gave up the idea and left. ഇത്രയുമാണ് നിങ്ങളുടെ ടെസ്റ്റിൽ ഫില്ലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് ഓർ അപ്പിയർ. ടേൺഡ് അപ്പ് അറൈവ്ഡ് ഓർ അപ്പിയർഡ്. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, വിട്ടുകളയുക, ലീവ്. ഗെറ്റപ്പ് ടു റൈസ്. മേക്കപ്പ് ടു കോമ്പൻസേറ്റ്. സെറ്റപ്പ് മേക്ക് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇനി അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് ലുക്ക് അപ്പ് ദി ഡിക്ഷണറി ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് നോട്ട് ദെയർ മീനിങ്. നിങ്ങളിനി ലുക്കപ്പ് ഗോ ത്രൂ ദി ഡിക്ഷണറിയുടെ പോയിട്ട് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്ന ഫ്രേസൽ വെർബ്സ് ഡിക്ഷണറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നോട്ട് ദെയർ മീനിങ്സ്. എന്നിട്ട് അത് കുറിച്ചെടുക്കുക, അതിൻ്റെ മീനിങ് കുറിച്ചെടുക്കുക. ഞാൻ കുറച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ലെറ്റ് us go through it. For phrasal verb is a combination of a verb and a preposition or adverb. Get across. ഗെറ്റിൻ്റെ കൂടെ across ചേർത്തിരിക്കുന്നു. across മാത്രം പറഞ്ഞാൽ കുറുകെ എന്നല്ലേ. ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുന്നതിനെ ടു കമ്മ്യൂണിക്കേറ്റ്. ഗെറ്റ് അക്രോസ്. ഗെറ്റ് റൗണ്ട്, ടു ട്രാവൽ ടു ഡിഫറെൻറ്റ് പ്ലേസസ്, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനെ ഗെറ്റ് റൗണ്ട്.
to travel to different places. Get away, to escape or live. Get back, to return. Get back, to return. തിരികെ വരിക. Get by, to manage with limited resources. പരിമിതമായ വിഭവങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്യുക. ടു മാനേജ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഗെറ്റ് ബൈ. ഗെറ്റ് ഓവർ, ടു റിക്കവർ ഫ്രം ഇൽനസ്. അസുഖത്തിൽ നിന്ന് മുക്തി നേടുന്നതിനെ. ഗെറ്റ് അലോങ്, ടു ഹാവ് ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് സംവൺ. ഒരാളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ഗെറ്റ് അലോങ്ങും ഉപയോഗിക്കാം, ഗെറ്റ് അലോങ് വിത്തും ഉപയോഗിക്കാം. അപ്പോൾ ഗെറ്റുമായി ബന്ധപ്പെട്ട ഇവിടെ നമ്മൾ ഗെറ്റ് അക്രോസ് എന്ന് പറയുമ്പോൾ ആഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് അറൗണ്ട് ആഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് അവേ ആഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് ബാക്ക് ഇവിടെ വരുമ്പോൾ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ഗെറ്റ് അലോങ് വിത്ത് പ്രിപ്പോസിഷൻ വിത്ത് ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഗെറ്റ് ഇൻ മീൻസ് ടു എൻ്റർ എ പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുക. ഗെറ്റ് ഡൗൺ, ടു ഡിപ്രസ്, നിരാശപ്പെടുക. ഗെറ്റ് ഓഫ്, ടു ലിവ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓർ അവോയ്ഡ് പണിഷ്മെൻറ്റ്. ഗെറ്റ് ഓഫ്, നമ്മൾ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിന് എന്ത് പറയും? ഗെറ്റ് ഓഫ് ഫ്രം ദി ബസ്, ഫ്രം ട്രെയിൻ. ഓക്കെ. ഗെറ്റ് ത്രൂ, ടു ഫിനിഷ് ഓർ മാനേജ്. ഇതാണ് ഗെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രേസൽ വെർബ്സ്. അടുത്തായിട്ട് നമ്മൾ എന്ന വെർബിനോടുകൂടി പ്രിപ്പോസിഷൻസ് ചേർത്തിട്ട് ഉണ്ടാക്കാവുന്ന കുറേ ഫ്രേസൽ വെർബ്സ് ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, വിയർ. പുട്ട് ഓൺ. പുട്ടിൻ, ടു പ്ലേസ്, ഒരു സ്ഥലത്ത് വെക്കുക. പുട്ടിൻ ദി ബോക്സ്. പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഔട്ട് ദി ഫയർ, തീ അണയ്ക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, ഒരു കാര്യം തീരുമാനിച്ചിട്ടത് മാറ്റി വെക്കുന്നു, അതിനെ പുട്ട് ഓഫ്. ദെൻ പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ട് അപ്പ് വിത്ത്. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. ഇവിടെ ആഡ്വർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്കി എല്ലായിടത്തും പ്രിപ്പോസിഷൻ. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അപ്പ്, ടു റൈസ്, ഉയർത്തിക്കൊണ്ടുവരിക. പുട്ട് അവേ, ടു സ്റ്റോർ സംതിങ്, എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നതിനാണ് പുട്ട് അവേ, ഫോർ ഫ്യൂച്ചർ പർപ്പസ്. പുട്ട് ഡൗൺ, ടു പ്ലേസ് സംതിങ് ഓൺ എ സർഫസ്. പുട്ട് ഡൗൺ, താഴെ വെക്കുക. ദെൻ സെറ്റിൻ്റെ ചില ഫ്രേസൽ വെർബുകൾ. സെറ്റ് അസൈഡ്, ടു സേവ് സംതിങ് ഫോർ ഫ്യൂച്ചർ, അതാണ് സെറ്റ് അസൈഡ്. ഭാവിയിലേക്ക് മാറ്റി വെക്കുക, കരുതി വെക്കുക. സെറ്റ് ബാക്ക്, ടു ഡിലേ. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ താമസം വരുത്തുക, ടു ഡിലേ. സെറ്റ് ഓഫ്, ടു സ്റ്റാർട്ട് എ ജേണി, പുറപ്പെട്ടു എന്നർത്ഥം. ഇവിടെയും സെറ്റ് എന്ന് പറയുന്നത് പ്രസൻ്റായിട്ടും പാസ്റ്റായിട്ടും വരും. സെറ്റ് നേരത്തെ നമ്മൾ അതുപോലെ പുട്ട്, അത് പ്രസൻ്റായിട്ടും പാസ്റ്റായിട്ടും. കാരണം ദീസ് ടു ഫോംസ് ആർ വൺ ആൻഡ് ദി സെയിം. പുട്സ് മൂന്ന് ഫോമും ഒന്ന് തന്നെയാണ്. പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്സ്, സെറ്റ് ഇങ്ങനെ പോകും. സെറ്റ് ബാക്ക്, ടു ഡിലേ. സെറ്റ് ഓഫ്, ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റ് അപ്പ്, ടു അറേഞ്ച് ഓർ ഓർഗനൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുട്ടുമായി ബന്ധപ്പെട്ട് പുട്ട് എന്ന് പറയുന്ന വെർബിനോടുകൂടി നമ്മൾ പ്രിപ്പോസിഷൻസും ആഡ്വർബും ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്രേസൽ വെർബ്സുകൾ, അതുപോലെ സെറ്റ്. ഓക്കെ, I hope that you understood in today's class what is a phrasal verb and how can we form, what is its importance in English language. ഇംഗ്ലീഷ് ഭാഷയിൽ ഇവയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. സെപ്പറേറ്റ് നിൽക്കുന്നത് പോലെയല്ല ഇവ. ഒരു വെർബും അതിനോട് ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ ആഡ്വർബോ ചേർന്ന് കഴിഞ്ഞാൽ വരാവുന്ന മീനിങ് വ്യത്യാസം ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, please subscribe, share and support me. Thank you so much.